തെക്കലെ വിനോദ് കുമാർ പറയാ ദാരിക നിന്ന് കൊടുത്തിട്ടാ കാളിക്ക് കൊല്ലാൻ പറ്റിയെന്ന്. ശരിയാണോ അച്ഛാ? ഹേയ്, ദാരികനെ കാളി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടാ തലയർത്തത്. കളിയിലത് കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ദാരിക നിന്നു കൊടുത്തത്. ഇനിയൊരു കാര്യം പറയട്ടെ ഞാൻ. പറയും. അച്ഛനെ സ്കൂളിൽ വെച്ച് മണിക്കുട്ടിന്ന് വിളിക്കണ്ട. അതെന്താ? കുട്ടികള് കളിയാക്ക. മണിക്കുട്ടി ചീത്ത പേരാ. ശിവപ്പള്ള വീട്ടിലെ പൂച്ചക്കുട്ടിയുടെ പേര് മണിക്കുട്ടി എന്നാ. പിന്നെ നിന്നെ എന്താ വിളിക്കണ്ടേ? അനിത എം ബാലഗോപാലൻ. അപ്പോ കുമാരി അനിത എം ബാലഗോപാൽ. സ്കൂളിൽ മാത്രമായിട്ട് എന്തിനാ വിലക്ക്? വീട്ടിൽ വെച്ചും അനിത എം ബാലഗോപാൽ എന്ന് വിളിച്ചളയാം. അത് വേണ്ട, വീട്ടിലെ മണിക്കുട്ടിന്ന് വിളിച്ചാ മതി. ശരി. എന്തൊക്കെയുണ്ട് അബ്ദുക്ക വിശേഷങ്ങള്? മോന്റെ കത്തൊക്കെ വരാറുണ്ടോ? മാസം ഒന്ന് കഴിഞ്ഞ എന്റെ മാഷ ഒരു എഴുത്ത് വന്നിട്ട് വടക്കൊക്കെ വലിയ ജഗളം നടക്കണമെന്ന് പത്രത്തിലുണ്ട്. മാസ്റ്റർ ഞമ്മക്ക് ഒരു എഴുത്ത് എഴുതി തരണം. എഴുതികളെ, വൈകിട്ട് വീട്ടിലേക്ക് വാ. അപ്പോ കുമാരി അനിത എം ബാലഗോപാലൻ നടന്നോളൂ. ബാലമാഷിന്ന് മുറുക്കിയിട്ട് വരാം. നാണക്കുറുപ്പിന്റെ കാളി പൊടി പൊടിച്ചു എന്ന് കേട്ടല്ലോ. ആ, അല്ല മാഷെ, കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ? മുറുക്കിയല്ലോ. മുറുക്കാണ്ട് കുറിച്ചേക്കട്ടോ. ഓട്ടെ, നേരായി നാരായണ. അല്ല മാഷെ, ഗാന്ധിജി ഇപ്പോഴും ഉണ്ടോ? മത്തായച്ചൻ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? അല്ല, പത്രത്തിലുണ്ടെന്നേ ഗാന്ധിജി തോറ്റെന്ന്. അത് ഗാന്ധി യൂണിവേഴ്സിറ്റിയാ, പന്ത് കളി തോറ്റ കാര്യാ. ഇത്തിരി വൈകി. ഇത് കേട്ടാ തോന്നും എന്നും കൃത്യസമയത്തിനാ വരണേന്ന്. കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ സൊറ പറഞ്ഞു നിൽക്കും. പിന്നെ എങ്ങനെയാ നേരത്തിന് എത്തുക? ദേ, മാഷ് ഒരുത്തിനാ അപ്പുറത്തെ ചുമര് മുഴുവൻ തുപ്പി ചോമ്പിച്ചേ. എന്തിനാ ബാലമാഷെ ഇത്ര ചെറുപ്പത്തിൽ ഈ വക ദുശീലങ്ങള്? ശീലമൊന്നുമില്ല. കാലത്തൊരു മുറുക്ക്, ഇന്റർവെല്ലിന് ചായ കഴിഞ്ഞാ ഒരു സിഗരറ്റ്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാ ഒരു പുകയെ ഒരു മുറുക്കും, പിന്നെ രാത്രി. ലേശം പണിയുണ്ട്. കുട്ടികളുടെ ഡ്രോയിങ് ബുക്ക് നോക്കണം. മാഷെ, ഒരു ഹെൽപ്പ് ചെയ്യണം. പേബിൽ എഴുതാനാവും. മാഷ് എച്ചമ്മായിട്ട് എത്ര കൊല്ലായി, ഇപ്പോഴും പേബിൽ എഴുതാൻ അറിയില്ല അച്ഛാ? കണക്കിന് പൊടി മോശ. എടുക്ക്, സെക്കൻഡ് പീരീഡ് ക്ലാസ്സിലുള്ളതാ. ഈ ഡ്രോയിങ് മാഷന്മാരൊരു ഗതികേടേ. അങ്ങോർക്ക് എന്താ പണിയെന്ന എല്ലാവരുടെയും വിചാരം. സ്വന്തം പണി കൂടാണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഓഫീസ് ക്ലാർക്ക്, പ്യൂണ്, പിന്നെ പ്രസവം. പ്രസവോ? ആ, ഏലിയാമ്മ ടീച്ചർ പ്രസവാവധിക്ക് പോയ 3 മാസത്തെ ക്ലാസ് ബാലമാഷ തലയല്ലേ. നോക്ക്, ഒരു പട്ടവും ഒരു കുട്ടി. ഈ കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് കുട്ടി ഇങ്ങനെ നൂല് അയച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തണമെന്നായിരുന്നു പട്ടത്തിന്റെ മോഹം. അപ്പോഴാണ് ഒരു കിളി ഇങ്ങനെ പറന്നു വന്നത്. എന്ത് കിളിയോ മാഷേ? എന്ത് കിളിയാ തനിക്കിഷ്ടം? തത്ത. ശരി, എന്നാൽ ഒരു പച്ച തത്ത തന്നെ ആയിക്കോട്ടെ. ഒരു തത്ത ആ വഴിക്ക് പറന്നിങ്ങനെ വന്നു. തത്തമ്മ അത്ഭുതപ്പെട്ടു പോയി. ഒരു കടലാസ് പട്ടം ഇത്ര ഉയരത്തിൽ പറക്കേ? തത്തമ്മ പട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാലോ നീയെ, കിളികൾക്ക് പോലും ഇത്ര ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോ അഹങ്കരിച്ചുകൊണ്ട് പട്ടം പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയും. ആ നൂല് കെട്ടിയിരിക്കുന്നത് കണ്ടോ? ആ നൂലിന്റെ അറ്റം പിടിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അവൻ ആ നൂലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ നൂലില്ലായിരുന്നെങ്കിൽ പറന്ന് പറന്ന് ഞാൻ ചന്ദ്രനിലെത്തുമായിരുന്നു. പച്ചത്തത്ത അത്ഭുതം കൊണ്ട് കണ്ണു മിഴിച്ചു. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നൂല് പൊട്ടിച്ചു തരാം, നിനക്ക് ചന്ദ്രനിലേക്ക് പറക്കാവല്ലോ. അപ്പോ പട്ടം പറഞ്ഞു, എങ്കിലൊന്ന് വേഗം മുറിച്ചു തരൂ, ഈ കുട്ടി എന്നെ എന്റെ ഇഷ്ടത്തിന് പറക്കാൻ സമ്മതിക്കുന്നില്ല. തത്ത നൂലറുത്ത് മുറിച്ചു. നൂല് മുറിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ? നിയന്ത്രണം വിട്ട പട്ടം തലയും കുത്തി താഴേക്ക് താഴേക്ക് വന്ന് പതിച്ചു. ഒടുവിൽ അതൊരു ചെളിക്കുണ്ടിൽ വന്ന് വീണു. പാവം കുട്ടി അത് കണ്ട് കരഞ്ഞുപോയി. നന്നായുള്ളൂ. എന്ത്? ആ പട്ടത്തിന്റെ അഹങ്കാരം. കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന ആ പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷന്മാരും. എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ
നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും. ആ, ഇനി നമുക്ക് ഈ പടം വരയ്ക്കാം. ഉം? വെണ്ടയ്ക്കും പാവയ്ക്കും മാത്രമല്ല, ഇത്തിരി നിലവാരമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാൻ വലിയേട്ടന്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? നീ പാട്ട് പഠിച്ചത് അടുക്കളയിലിരുന്ന് മൂളാനല്ലേ? അപ്പൊ അതുമില്ല അല്ലേ? ശ്രീധരമാമയുടെ സ്വരം ഇവിടെ ഓരോ മന്ദരിക്കും അറിയാം. മരുമകളായിട്ട് ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് കരുതിയ. നീ നോക്കിക്കോ, ഈ ചിത്രം നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും. കുറഞ്ഞതൊരു അക്കാഡമി അവാർഡിനെങ്കിലും സ്കോപ്പ് ഉണ്ട്. അത്ര കേമൊന്നുമല്ല, ഒരാനച്ചന്തം അത്രേ ഉള്ളൂ. നീ എന്റെ ഉള്ള മൂട് കളയും. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കണ്ടൂടെ, ഞാൻ അമ്മമ്മയ്ക്ക് കഞ്ഞിയും കൊണ്ട് വന്നതാ. അമ്മാമ എന്തായി കാട്ടണേ? ഈരമ്മാമ എന്തായി കാട്ടണേ? കാല് മുറിഞ്ഞു കേട്ടോ. എന്തിനാ ഇങ്ങനെ സ്വയം വേദന തിന്നുന്നേ? കഞ്ഞുണ്ട. കൃഷി ചെയ്യണത് എങ്ങനെയാണെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അല്ല, കോഴിപ്പറമ്പൻ തങ്കപ്പന് കഴിഞ്ഞ കൊല്ലത്തെ വിളവ്. കോഴിപ്പറമ്പൻ എന്നാ നെല്ലും കൃഷിയും കണ്ടേ. തോട്ടപ്പള്ളിപ്പാടം മുഴുവൻ എന്ന് വെച്ചാ തെക്ക് റെയിൽവേ പാലം മുതല് മല്ലഞ്ചിറക്കാവ് വരെ മുഴുവൻ ചമ്പാവാർന്നു. ഇന്നും ചമ്പാവിന് പറ്റിയ ഭൂമിയാ. പള്ളി വക 90 സെന്റ് ശേഷിച്ചിട്ടുള്ളെങ്കിലും ചമ്പാവ് മതി. നീ കൊണ്ട് വേഗം ചെല്ലുക വാടത്തേക്ക്. അല്ല, ചാരോടാൻ ആ മാപ്പിളയ്ക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അളക്കുവോ അയാള്? വൈകാതെ കൊടുക്കാന്ന് പറ. തറവാട്ടില് മുടിയേറ്റും കർമ്മങ്ങളും ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണെന്ന് പറയേ. മാപ്പിളയോട് പറഞ്ഞു നിൽക്കാം. ഭഗവതിയോട് വയ്യാലോ. താണിക്കുട്ടിയേ, മരുന്ന് കഴിച്ചോ താൻ? മുടങ്ങിയ ഫലം ഉണ്ടാവില്ല. ഈ ചെയ്തതൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. സൂക്ഷിച്ചാ നല്ലത്. നോക്കാൻ ആൺകുട്ടികളില്ലാന്ന് ഓർമ്മ വേണം. ദേവൂട്ടി വന്നിട്ടുണ്ട്. കഞ്ഞി എടുത്ത് വെക്കട്ടെ. ആ, ഏട്ടാ, തൃശൂക്കാരുടെ ഒരു വിവരവും പിന്നെ അറിഞ്ഞില്ല. ഇനി എന്തറിയിക്കാനാ? പറഞ്ഞ ദിവസം അവര് വരും. എല്ലാരും നടക്കും തന്നെയാ കരുതിയിരിക്കണേ. ബാലൻ PF-ന്നും അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് ഇത്തിരി കാശിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട്. ഇതും മുടങ്ങില്ല. മരത്തേം പള്ളിയിലെ കന്യകൾ നിന്ന് അറിയിക്കാൻ ഭഗവതി ഇടവരുത്തില്ല. പിന്നെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. നമ്മളും ആരെയും ചതിക്കണില്ല. മരത്തേം പള്ളിയിലെ പെൺകുട്ടികൾക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ? പിന്നെന്താ? എന്നാലും എത്ര ആലോചനകളാ വന്ന് മുടങ്ങി. പെണ്ണ് കാണാൻ വരണമെന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് പേടിയാ. പിന്നെ ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻ. വലിയ മാമ വഴക്ക് പറയുമെന്ന് അവനൊരു പേടി. ഒരു 10 പവന്റെ പൊന്നെങ്കിലും കൊടുക്കണ്ടേ അവൾക്ക്? പറമ്പിന്റെ വടക്കുന്ന് ഒരു 20 സെന്റ് കൊടുക്കാന്നാ ബാലൻ പറയണേ. ആളുണ്ടോ? കോഴിപ്പറമ്പിലെ തങ്കപ്പൻ നല്ല വില തരാന്ന് പറഞ്ഞു. എന്താ ഏട്ടൻ ചിരിക്കണേ? വടക്കേ പറമ്പിന്റെ പടിഞ്ഞാറെ അതിരില് ഒരു തന്തപ്ലാവ് ഉണ്ടായിരുന്നു. ഞവണിക്കാ മുട്ടയിട്ട പോലെ ആ ചക്ക.
അന്ന് ചക്കയും മാങ്ങയും കാക്കയ്ക്കും കിളികൾക്കാ. പഴുത്തു വീണ ചക്ക പെറുക്കാൻ തങ്കപ്പം വരും. ഒരിക്കൽ അച്ഛൻ ഓടിച്ച് കൈതക്കാട്ടി ചാടിച്ചു. കോണാനും കൊടുത്ത് ചക്കയും തലയെ വെച്ചുകൊണ്ടുള്ളൊരു ഓട്ടം. അല്ലാണ്ട് എന്താ ചെയ്യുക? ഇഷ്ടം പോലെ ചെയ്യാൻ പറ. തങ്കപ്പേട്ടന്റെ കയ്യില് പൂത്ത കാശ 20,000 രൂപ. ദേ ഇത്രയുള്ള 2 കെട്ടേ ഉള്ളൂ. ബാലേട്ടൻ ബാഗൊക്കെ ആയിട്ടാ ചെന്നത്, മടിയിൽ വെക്കാനില്ല. ആധാരം ഒപ്പിട്ട് കൊടുത്തപ്പോ ബാലേട്ടൻ ശരിക്കു വിറച്ചു. എനിക്കൊന്നും തോന്നിയില്ല. വിറ്റ് വിറ്റ് ചേട്ടനും അനിയനും കൂടി തറവാടും വിൽക്കും. ആളുണ്ടെങ്കിൽ വിൽക്കും, എന്നാലേ ഗതി പിടിക്കൂ. ദേവി, ഇവർക്കൊക്കെ എന്താ ഈ തറവാട് വിൽക്കേ? അവൻ വെറുതെ പറഞ്ഞതാ അമ്മേ. വെറുതെ ഒന്നുമല്ല, കാര്യമായിട്ടാ പറഞ്ഞത്. തങ്കപ്പേട്ടനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ നീ പറയണത്? ആളുണ്ടെങ്കിൽ ഇത് വിറ്റുകളയാം, എന്നിട്ട് ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു വീട് വാങ്ങാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ആരും രക്ഷപ്പെടാൻ പോണില്ല. സുഖമില്ലാത്ത ഒരാളുണ്ട് മോളില്. ആ കണ്ണിയാ പൊട്ടിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ വല്ല ഭ്രാന്താശുപത്രിയിലും ചേർക്കണം, അല്ലെങ്കിൽ കൊന്നു കളയണം. അല്ലാതെ ഇങ്ങനെ നരയിപ്പിക്കല്ലേ വേണ്ടത്.